പാലക്കാട് പുതുപ്പള്ളി തെരുവ് സ്വദേശിക്ക് ലഭിച്ച വാട്ടർ അതോറിറ്റി ബില്ലിൽ ഗുരുതര പിഴവ്. കഴിഞ്ഞ മാസം 200 രൂപ ബില്ലടച്ച യാസിറിന് ഇത്തവണ കിട്ടിയത് എത്രയാണെന്നറിയാം? 54 ലക്ഷം രൂപയുടെ വാട്ടർ ബില്ലാണ്. പിഴവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ വാട്ടർ അതോറിറ്റി അത് തിരുത്തി നൽകുകയും ചെയ്തു. അത് ഷോക്കായി. ഞങ്ങൾ ബില്ല് കെട്ടാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഓൺലൈനിൽ കണ്ടത്. അപ്പോൾ ഇന്ന് വാട്ടർ അതോറിറ്റി പോയി നോക്കിയപ്പോൾ അവർ മറ്റേ മെഷീനിൽ എന്തോ ഒരു കംപ്ലയിൻറ്റ് വന്നതാണ്. അപ്പോൾ അതിനുശേഷം അത് വേവർ ചെയ്തിട്ട് 400 രൂപ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാട്ടർ അതോറിറ്റി സൈറ്റിൽ പോയിട്ട് ബില്ല് ഡൗൺലോഡ് ചെയ്ത് അപ്പോഴാണ് ഈ 54 ലക്ഷത്തിൻ്റെ കാണിച്ചത്. ഈ ബില്ല് റീഡിങ് എടുക്കാൻ ആൾക്ക് ഇത് തരാൻ മടിച്ചിട്ട് ഓടിയതാണെന്ന് പറഞ്ഞു. അത് 54 ലക്ഷം രൂപ ബില്ല് തന്നാൽ നമ്മൾ പ്രതികരിക്കണം എങ്ങനെയാണെന്നുള്ള അറിയില്ലല്ലോ. അതുകാരം ബില്ല് തരാണ്ട് പോയതാണെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ അത് പഴയ ബില്ല് തന്നെ കറക്റ്റാക്കി തന്നു. ശ്രീകുമാരൻ പാലക്കാട് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഇത് ഒരു സാങ്കേതിക പിഴവ് മാത്രം എന്ന രീതിയിൽ കാണാൻ കഴിയുമോ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രജന ഒരു സാങ്കേതിക പിഴവ് മാത്രമാണ് എന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ പ്രദേശത്ത് ഇത്രയധികമൊന്നും ബില്ല് വരാറില്ല. 1 ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ചു എന്നാണ് യാസിറിൻ്റെ ഈ ബില്ലിൽ ഉള്ളത്. ആ ബില്ലിൻ്റെ പകർപ്പും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ബില്ല് മൊബൈലിൽ നോക്കിയപ്പോഴാണ്, ഈ ബില്ലടയ്ക്കാറായല്ലോ എന്ന് ആലോചിച്ച് മൊബൈലിൽ നോക്കിയപ്പോഴാണ് ഇത്തരത്തിൽ 54 ലക്ഷം രൂപയുടെ ബില്ല് അവിടെ കിടക്കുന്നത് യാസിർ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഷോക്കായി. ഉടൻ തന്നെ ഒരു സുഹൃത്തുമായി ബന്ധപ്പെട്ടു. പെട്ടെന്ന് തന്നെ വാട്ടർ അതോറിറ്റിയിൽ പോയി. അപ്പോഴും അവർ അത് തിരുത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ സൈറ്റിൽ കിടക്കുന്ന ബില്ല് തിരുത്താൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഈ മീറ്റർ റീഡിംഗ് എടുക്കാൻ വന്നയാൾ സ്കാൻ ചെയ്തപ്പോൾ വന്ന ആ സ്കാനറിൽ വന്ന പിഴവാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്. പക്ഷേ എങ്ങനെയാണ് 1 ലക്ഷത്തിലധികം ലിറ്റർ വെള്ളം ഒരു കുടുംബം ഉപയോഗിക്കുക എന്ന ചോദ്യമൊക്കെ അപ്പോൾ തന്നെ ഉയർത്തി. എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കേണ്ടത് വാട്ടർ അതോറിറ്റി ആയിരുന്നു. പക്ഷേ ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അത്തരത്തിലൊരു പരിഹാരം നടക്കുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ പരിഹരിച്ചു. അവിടെ ചെന്നു സംസാരിച്ചു. അപ്പോൾ 400 ചില്ലാനം രൂപ മാത്രം ബില്ലടച്ച് മടങ്ങിപ്പോന്നു. എന്തായാലും ഒരു പിഴവാണ്. പക്ഷേ ഇത് ഇനി ആവർത്തിക്കരുത്, എന്ത് സോഫ്റ്റ്വെയർ തകരാറെന്ന് പറഞ്ഞ് വിശദീകരിച്ചാലും ഇതൊരു പിഴവ് തന്നെയാണ്. പ്രജൻ, ശ്രീകുമാരനാണ് പാലക്കാട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.